കലാശ പോരാട്ടത്തിന് കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയം അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. വർണ്ണപ്പകിട്ടുകളാൽ വെട്ടമിന്നി സൗദിയുടെ പൂർണ്ണ സൗന്ദര്യത പൂത്തുലഞ്ഞു. പഴമയുടെ പൂത്തുലയുന്ന വസന്തകാലവും അതിൽ എവിടെയോ കാളിമയുടെ ഗന്ധം പടർത്തി തഴുകിപ്പോയ കരിദിനങ്ങളും ഓർമ്മറക്കുള്ളിൽ തങ്ങളുടെ പുതുസ്മൃതിയെ വരവേൽക്കാനിരിക്കുകയാണ്. റയലിനെ കൊന്നു ചതച്ചരച്ച 4 മത്സരങ്ങൾ. ഒക്ടോബർ 26, 2024-25 സീസണിലെ ആദ്യ എൽ ക്ലാസിക്കോ. പ്രതീക്ഷകൾ പേറിക്കൊണ്ട് ഇരു ടീമുകളും ഭൂജാതരായി. എന്നാൽ ഫ്ലിക്കിന്റെ ബാർസലോണയ്ക്ക് മുമ്പ് റയലിന് അടിയറവ് പറയേണ്ടി വന്നു. 1 അല്ല 4 തവണയാണ് കൊർട്ടോയ്സിനെ കാഴ്ചക്കാരനാക്കിക്കൊണ്ട് ലെവൻഡോസ്കിയും യമാലും റാഫിഞ്ഞയും തൊഴുതു വിട്ടത്. സ്വന്തം തട്ടകത്തിൽ തന്നെ ഇട്ടുകുട്ടിയ ബാർസയുടെ പോരാട്ട വീരത്തിന് മുമ്പിൽ റയൽ താരങ്ങളെല്ലാം മുട്ടുകുത്തി. സ്വയം പഴുതു പറഞ്ഞ് അന്നവർ കളം വിട്ടു. ലീഗിന്റെ ആദ്യവാരത്തിലേറ്റ കടും തോൽവിക്ക് മറുപടി പറയാൻ വീണ്ടും ഒരവസരം ഉടലെടുത്തിരിക്കുന്നു. അതെ, ഇത്തവണ സ്പാനിഷ് സൂപ്പർ കപ്പിന്റെ ഫൈനലിന് വേദിയൊരുങ്ങിക്കഴിഞ്ഞു. എതിരാളികൾ ബാർസലോണ. ആഞ്ചലോട്ടി തന്റെ കുതന്ത്രങ്ങളെല്ലാം പതിവ് സ്വരത്തിൽ നിന്ന് വിപരീതമായി ഗാംഭീര്യത്തോടെ റയൽ താരങ്ങൾക്ക് പകർന്നു കൊടുത്തിട്ടുണ്ടാകണം. മത്സരത്തിന്റെ 5-ാം മിനിറ്റിൽ റയലിന്റെ പ്രതീക്ഷകൾക്ക് തിരികൊളുത്തിയും ബാർസയുടെ മോഹങ്ങൾക്ക് പൂട്ടിട്ടുകൊണ്ടും എംബാപ്പെ അവതരിച്ചു. എന്നാൽ ഫ്ലിക്കിന്റെ ചുണക്കുട്ടികൾ തളർന്നില്ലായിരുന്നു. 22-ാം മിനിറ്റിൽ ലാമിൻ യമാലും 36-ാം മിനിറ്റിൽ ലെവൻഡോസ്കിയും 39-ാം മിനിറ്റിൽ റാഫിഞ്ഞയും ആദ്യ പകുതിയുടെ അവസാന നിമിഷത്തിൽ ബാൽഡിയും ഗോൾ നേടിയതോടെ റയലിന്റെ കാര്യം തീരുമാനമായി. 2-ാം പകുതി തുടങ്ങി 48-ാം മിനിറ്റിൽ റാഫിഞ്ഞ തന്റെ 2ാമത്തെ ഗോളും കണ്ടെത്തി. ആശ്വാസമെന്നോണം റോഡ്രിഗോ വലകുലുക്കുന്നുണ്ട്. സ്പർശിച്ചാൽ കൊന്നു തീർക്കുമെന്ന ബാർസ മുന്നേറ്റ നിര അന്ന് പറയാതെ പറഞ്ഞിരുന്നു. വീണ്ടും ഒരു ഫൈനൽ മാമാങ്കം. എരിഞ്ഞു തീരുന്ന പകയാൽ റയൽ മാഡ്രിഡ് വീണ്ടും കളത്തിലേക്ക്. 2 മത്സരങ്ങൾക്ക് റയൽ മാഡ്രിഡിന് മറുപടി പറയണം. ഫൈനലിൽ തന്നെ മറുപടി എന്നത് മത്സരത്തിന് മുമ്പേ വരെ അവർ സ്വപ്നം കണ്ട് കാണണം. അങ്ങനെ റഫറി ആ ദ്വന്ദ്വ യുദ്ധത്തിന് വിസിലൂതി. മത്സരം തുടങ്ങി 28-ാം മിനിറ്റിൽ പെഡ്രി വലകുലുക്കി. മത്സരം 70-ലേക്ക് അടുക്കുകയാണ്. 1 ഗോളിന് ബാർസലോണ മുന്നിലും. അതുവരെ ബ്ലോഗ്രാന ജേഴ്സിയിൽ തിമിർത്താടിയ ആരാധക വൃന്ദങ്ങൾ അനിശ്ചലമാകുന്നു. റയലിനായി എംബാപ്പെ വരവറിയിക്കുന്നു. 7 മിനിറ്റിനകം ചൗമേനിയും സ്കോർ ബോർഡ് ചലിപ്പിച്ചതോടെ ബാർസലോണ ബലഹീനതയുടെ പടുക്കുയിൽപ്പെട്ട് അലയുകയാണെന്ന് പലരും കരുതി കാണണം. ആ കരുതലിന് കുരുക്കിട്ടുകൊണ്ട് 84-ാം മിനിറ്റിൽ ഫെറാൻ ടോറസ് പന്തിനെ റയൽ ഗോൾ പോസ്റ്റിലേക്ക് തഴുകിവിടുന്നു. തുലാതുലനത്തിൽ അവർ പോരാട്ടമാടുന്നു. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക്. 116-ാം മിനിറ്റിൽ രക്ഷകന്റെ വേഷത്തിൽ ജൂൾ കൂണ്ടെ അവതരിക്കുന്നു. കോപ്പ ഡെൽ റേയും റയലിനെ തൂക്കിയെറിഞ്ഞുകൊണ്ട് ആ സീസണിൽ ബാർസലോണ കരസ്ഥമാക്കുകയാണ്. അതോടെ കോപ്പ ഡെൽ റേയുടെ 32ാമത്തെ ടൈറ്റിലും കാറ്റലോണിയൻ പട സ്വന്തമാക്കി. 3 മത്സരങ്ങൾ, എണ്ണം പറഞ്ഞ തോൽവികൾ. ആഞ്ചലോട്ടിക്കും സംഘത്തിനും കിട്ടാവുന്ന ഏറ്റവും വലിയ അടിയായിരുന്നു കഴിഞ്ഞ സീസണിൽ സംഭവിച്ചത്. എല്ലാത്തിനും മറുപടി പറയാൻ സീസണിലെ അവസാന അവസരം. തോറ്റുകഴിഞ്ഞാൽ ആരാധകരുടെ നൊമ്പരങ്ങൾക്ക് ശാന്തി ലഭിക്കാതെ വരും. മറിച്ചാണെങ്കിൽ അവർ കൊട്ടിയാഘോഷിക്കും. എന്നാൽ ഇത്തവണയും ആഘോഷമെന്നത് സ്വപ്നമായിരുന്നു. പതിവ് തെറ്റിയില്ല. റയൽ ബാർസലോണയ്ക്ക് മുമ്പിൽ വീണ്ടും പരിണമിക്കുകയാണ്. എണ്ണം പറഞ്ഞ 4 ഗോളുകൾക്ക് റയലിന്റെ മൂർത്താവിലിട്ട് ബാർസലോണ കൊട്ടിയാഘോഷിക്കുന്നു. എന്നാൽ ഇതിനൊക്കെ പ്രതികാരം തീർക്കാൻ റയൽ മാഡ്രിഡിന് വീണ്ടൊരിക്കൽ കൂടിയൊരു അവസരം ലഭിക്കുകയാണ്. സൗദിയുടെ അറേബ്യൻ ഗീതങ്ങൾ ലിംബമൂർന്നൊഴുകുന്ന മണ്ണിൽ അതേ ഈണത്തോടെ കണക്കുകൾ വായ്ത്തിപ്പാട്ട് പാടിത്തുടങ്ങി. കടന്നുകളഞ്ഞ സ്മൃതികൾ പുലഭ്യം പറഞ്ഞുകൊണ്ട് എങ്ങോട്ടോ മാഞ്ഞുപോയി. ആശ്വസിക്കാനുള്ളത് ഈ സീസണിലെ എൽ ക്ലാസിക്കോയിലെ 2-1 വിജയം മാത്രമാണുള്ളത്. എന്നാൽ വിരഹങ്ങളോ ദുഃഖങ്ങളോ അവിടെയൊന്നും കൊട്ടിയടക്കപ്പെട്ടിട്ടില്ല. അവർക്ക് നീതി ലഭിക്കണം. തോറ്റത് 2 ഫൈനലുകളിലാണ്, അതും ചിരവൈരികളോട്. ഇതെല്ലാം ഓർമ്മക്കുള്ളിൽ സൂക്ഷിച്ചു വെച്ച കഥകളാണ്. ആ കഥകൾക്കിടയിൽ ഒരു പുതിയ അധ്യായം മെനഞ്ഞെടുക്കാൻ വന്ന റയലിനെ ബാർസലോണ വീണ്ടും മെതിഞ്ഞു വിട്ടിട്ടുണ്ട്. സലാം പറഞ്ഞെഴുന്നള്ളിയ എംബാപ്പയെ വ അലൈക്കും മുസ്സലാം എന്ന മൊഴിയിൽ മടക്കി അയച്ചിട്ടുണ്ട്.
ആരാധക വൃന്ദത്താൽ അലയടിച്ചൊഴുകിയ സൗദിയിലെ കിനാവുള്ള രാവ്. റയലിന് അവിടെയും അരണ്ട വെളിച്ചമാണ്. ഫ്ലിക്കിന്റെ ബാർസലോണക്ക് ഫൈനലിൽ തോൽവിയെന്ന പ്രസ്തുത അത്രമേൽ പ്രാണശക്തിയോടെ കൊത്തിവെച്ചിട്ടുണ്ട്. സ്പാനിഷ് സൂപ്പർ കപ്പ് ചരിത്രങ്ങൾ ബാർസലോണ തിരുത്തിയെഴുതുകയാണ്. തുടർച്ചയായി ഇന്നേ വരെ ആ കിരീടം ചുണ്ടോട് ചേർക്കാൻ കഴിയാത്ത നിർഭാഗ്യശാലികളായി പലരും അരങ്ങൊഴിഞ്ഞു. എന്നാൽ ഫ്ലിക്കിന്റെ ബാർസ അത് സാധ്യമാക്കിയിരിക്കുകയാണ്. 4-3-3 എന്ന ഫോർമേഷനിലാണ് ഫ്ലിക്ക് തന്റെ പടയെ കളിക്കളത്തിലേക്ക് ആനയിക്കുന്നത്. ബാർസലോണ മികച്ച താരപ്രതിഭകളോട് കൂടെ തന്നെയാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങിയത്. കാവൽ ബടനായി ജോൺ ഗാർഷിയയും പ്രതിരോധ കോട്ട തീർക്കാൻ ബാൾഡെ, കുബാർസി, കൗണ്ടെ, എറിക് ഗാർഷിയ. മധ്യനിരയിൽ ആനന്ദത്താൽ നൃത്തമാടാൻ പെഡ്രിയും ഡിയോങ്ങും. പിന്നെ റയലിന്റെ പാറ പോലത്തെ പ്രതിരോധ കോട്ടയ്ക്ക് വിള്ളൽ വീഴ്ത്താൻ മുന്നേറ്റ നിരയിൽ റാഫിഞ്ഞയും ഫെർമിനും ലാമിൻ യമാലും, ഗോൾ വേട്ടയ്ക്ക് ചുക്കാൻ പിടിക്കാൻ ലെവൻഡോസ്കിയും. എന്നാൽ സാബിയുടെ റയലാകട്ടെ 4-4-2 എന്ന ഫോർമേഷനിൽ ബാർസയെ വിറകൊള്ളിപ്പിക്കും വിധം സജ്ജമായിരുന്നു. ഗോൾ വലക്ക് മുന്നിൽ കോർട്ടോയ്സും ബാർസയുടെ മുന്നേറ്റ നിര തകർത്തെറിയാൻ വാൽവെർദെ, അസെൻസിയോ, ഹൂയിസൻ, കരേസസും അടങ്ങിയ പ്രതിരോധ കോട്ട. മധ്യനിരയെ അലങ്കരിക്കാൻ ചൗമേനിയും കമവിംഗയും. മുന്നേറ്റ നിരയിൽ റോഡ്രിഗോ, ബെല്ലിംഗാം, വിനീഷ്യസ് ജൂനിയർ, ഗോൺസാലോ എന്നിവർ മാറ്റൊരുക്കുന്നു. അങ്ങനെ റഫറിയുടെ വിസിലോടുകൂടി ആ പാണ്ഡവ നിർത്താരവത്തിന് തുടക്കമാകുന്നു. ചിതറിപ്പോയ 10-20 മിനിറ്റുകൾ. പിന്നീട് സംഭവിച്ചത് അവിശ്വസനീയം. ഇതെന്തൊരു മറിമായം! അടിക്ക് തിരിച്ചടിയെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കുറഞ്ഞു പോകും. വർണ്ണനകൾക്കതീതമായ ആദ്യ പകുതി. മത്സരത്തിന്റെ 14-ാം മിനിറ്റിൽ വിനി ബാർസൻ ഗോൾ വല ലക്ഷ്യമാക്കി ഇരച്ചു കയറി. ഒരു ഷോട്ട് ഉതിർത്തെങ്കിലും ഗാർസിയ അത് കൈപ്പിടിയിൽ ഒതുക്കുകയായിരുന്നു. കുബാർസി റാഫിഞ്ഞയിലേക്ക് ഒരു പാസ് നീട്ടുന്നു. തൻ്റെ ഗാംഭീര്യതകളുടെ അകമ്പടിയോടെ റയലിൻ്റെ ഗോൾ മുഖത്തേക്ക് ഒരു ഉഗ്രൻ ഷോട്ട് പായിക്കുന്നു. 26-ാം മിനിറ്റിലെ ആ പരീക്ഷണവും ഫലം കാണാതെ പുറത്തു പോകുന്നു. ബാർസയുടെ ആരാധകരുടെ ഹൃദയത്തിൽ കൊള്ളിയാൻ മിന്നിയ നിമിഷമായിരുന്നു. എന്നാൽ 32-ാം മിനിറ്റിൽ ഗോൺസാലോ ഗാർഷിയ കിട്ടിയ ഒരു സുവർണ അവസരം. ഒന്ന് ആഞ്ഞടിച്ചാൽ ഗോളാകുമായിരുന്നു. പക്ഷേ അതിന് അയാൾക്ക് കഴിഞ്ഞില്ല. തൻ്റെ കടമ തീർക്കും പോലെ ഒരയഞ്ഞ ഷോട്ട്. വളരെ കൂളായിക്കൊണ്ട് കാറ്റാലൻ പടയുടെ കാവൽ ബടൻ അതിന് സംരക്ഷണമൊരുക്കുന്നു. കളിയുടെ 34-ാം മിനിറ്റ്. യമാലിൽ നിന്നും ഒരു ത്രൂ ബോൾ റാഫിഞ്ഞയിലേക്ക്. ഓടിയെടുത്തെങ്കിലും ആ ഓട്ടത്തിനുള്ളിൽ ശരീരത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. മത്സരത്തിലെ ആദ്യ ഗോൾ പിറന്നു എന്ന് കരുതിയ നിമിഷമായിരുന്നു. എന്നാൽ റാഫിഞ്ഞയുടെ കാൽപാദങ്ങൾക്കും പിഴവ് സംഭവിക്കുന്നു. പന്തലക്ഷ്യമായി വെളിയിലേക്ക്. മത്സരഭാഷയിൽ പലരും അയാളെ പഴി പറഞ്ഞിരിക്കണം. കാരണം മത്സരത്തിൽ ആദ്യ ചുവടി എടുത്തു വെക്കാൻ കിട്ടിയ സുവർണ അവസരം നഷ്ടപ്പെട്ടിരിക്കുകയാണ് റാഫിഞ്ഞ ചെയ്തത്. റാഫിഞ്ഞയുടെ കിതാബിൽ തളർച്ച എന്നൊരു വാക്കില്ല. അത് പരതാൻ നിങ്ങൾ തുനയേണ്ട. വെറും പാഴ്വേല പോലെ മാത്രമായി അത് പരിണമിക്കും. മത്സരം 1 മിനിറ്റ് കൂടെ മുന്നോട്ടെടുക്കുന്നു. ഊയിസൻ റോഡ്രിഗോയിലേക്ക് പന്ത് നീട്ടുന്നു. അത് കണക്ട് ചെയ്ത റോഡ്രിഗോ ഒരു പാസിന് ശ്രമിക്കുന്നു. എന്നാൽ റോഡ്രിഗോക്ക് പിഴച്ചു. ആ അവസരം മുതലെടുത്തുകൊണ്ട് ഫെർമിൻ ലോപ്പസ് തനിക്കായി റയൽ താരങ്ങൾ ഒരുക്കി വെച്ച വിടവിലൂടെ റാഫിഞ്ഞയിലേക്ക് പന്ത് നൽകുന്നു. പിന്നെ കണ്ടത് ഗോൾ വേട്ടയുടെ ആദ്യടിയായിരുന്നു. റയലിൻ്റെ പ്രതിരോധ താരം ചൗമേനിയുടെ മുന്നിൽ ഒരു ചെറിയ താളമെടുക്കുന്നു. പിന്നെ ഒരു വെടിച്ചിൽ. ഗോൾ കീപ്പർ കോർട്ടോയ്സ് അതേ ദിശയിലേക്ക് തൻ്റെ നീളം കൈയിനെ നീട്ടിക്കൊടുത്തെങ്കിലും പന്ത് വലയിലേക്ക് തുളച്ചു കയറി. ഗോൾ വഴങ്ങിയ ശേഷം റയൽ താരങ്ങളോട് സാബിയുടെ ഒരു റിയാക്ഷൻ ഉണ്ട്. അത് കാര്യമാക്കേണ്ട, നിങ്ങളൊന്ന് ഉണർന്ന് കളിക്കൂ എന്ന തരത്തിലായിരുന്നു ആ റിയാക്ഷൻ. എന്നാൽ സാബിക്ക് പിഴച്ചു. അത് കാര്യമാക്കണമായിരുന്നു. പന്തുകൾ നിയന്ത്രിച്ച് ഇരുവരും കളത്തിൽ അരങ്ങ് തീർക്കുന്നു. എന്നാൽ മുൻതൂക്കം ബാർസക്ക് തന്നെയാണ്. പെടുന്നനെ ചില ആക്രമണങ്ങളും അയച്ചുവിടുന്നു റയൽ മാഡ്രിഡ്. മത്സരത്തിൽ ഏറ്റവും മനോഹാരിത തുളുമ്പി നിറഞ്ഞൊഴുകിയ നിമിഷമാണ്. മൈതാനത്തിന്റെ മധ്യഭാഗത്ത് നിന്ന് ഗോൺസാലോ ഗാർഷ്യയിൽ നിന്ന് ലഭിച്ച പാസ് ബൂട്ട് റോഡ് തീർത്ത് മുന്നോട്ടുള്ള നീക്കങ്ങളുടെ പാതയൊരുക്കുന്നു. ആ പാതയിലെ തടസ്സങ്ങളെയെല്ലാം വിനി ഒറ്റയ്ക്ക് വെട്ടിമാറ്റുന്നു. അതെ, മധ്യഭാഗത്തു നിന്നും വിനിയും കൗണ്ടയും പന്തിനായി പോരുമുറുക്കുന്നു. ഒടുക്കം ഒരു നട്മങ്കിലൂടെ അയാളെ നിലം പരിശരാക്കുന്നു. പിന്നീട് വന്ന കുബാർസിയെയും മറികടക്കുന്നു. ഗാർസിയയ്ക്ക് തൊടാൻ കഴിയാത്ത വേഗത്തിൽ അത് നെറ്റിൽ അഭയം പ്രാപിക്കുന്നു. അതെ, വിനി. ഏത് വാക്കുകൾ കൊണ്ടാണ് നിങ്ങളുടെ ഗോളിനെ വർണ്ണിക്കേണ്ടത്? സർവം മയം കലക്കി മൈതാന മധ്യത്തിൽ നിന്ന് ബാർസയുടെ ഗോൾ പോസ്റ്റ് വരെ മായാജാലം തീർത്തില്ലേ? എത്ര സുന്ദരമാണ്!
എന്നാൽ അതിലേറെ ആനന്ദപുളകിതം ആദ്യ പകുതിയുടെ എക്സ്ട്രാ ടൈമിൽ വിരിഞ്ഞ ആ സുഗന്ധത്തിന്റെ ഗന്ധം മണത്താസ്വദിക്കാൻ അത്ര സമയമുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അത് വാടിപ്പോയിരുന്നു. സ്കോർ ബോർഡിൽ 1-1. ഇടക്കാല അളവിന് ശേഷം ബ്ലോഗ്രാന ജേഴ്സിയിൽ അണിഞ്ഞൊരുങ്ങിയ പോളിഷ് രാജകുമാരൻ അവതരിക്കുന്നു. റയൽ ആരാധകർ നിശബ്ദരാകുന്നു. പെഡ്രിയിൽ നിന്നും സ്വീകരിച്ച പാസുമായി മുന്നോട്ട് ചലനമെടുക്കുന്നു. പിന്നീട് റയൽ ഗോൾ കീപ്പർ കുർട്ടോയിസിന്റെ തലക്കുമീതെ ആ പന്തിനെ പോസ്റ്റിലേക്ക് ഇറക്കുന്നു. മനോഹരമായ ഒരു ചിപ്പ് ഗോളാണ് തുറക്കുന്നത്. ബാർസലോണ ആരാധകരുടെ ആവേശത്തിന് അത്ര ആയുസ്സുണ്ടായിരുന്നില്ല. ത്രില്ലറുകൾ അവിടെയും അവസാനിക്കുന്നില്ല. റയൽ മാഡ്രിഡ് വീണ്ടും മത്സരത്തിലേക്ക് തിരിച്ചു വരികയാണ്. നേരത്തെ നഷ്ടപ്പെടുത്തിയ അവസരത്തിന് പകരമെന്നോണം ഗോൺസാലോ ഗാർഷിയ ഗോൾ കണ്ടെത്തുന്നു. ആദ്യ പകുതിയുടെ അവസാന നിമിഷത്തിൽ റയലിന് ഒരു കോർണർ കിക്ക് അനുവദിക്കപ്പെടുന്നു. കിക്കെടുക്കാൻ വരുന്നത് ബ്രസീലിന്റെ സൂപ്പർ താരം റോഡ്രിഗോ. എന്നാൽ റോഡ്രിഗോ എടുത്ത കിക്ക് അളവ് തെറ്റാതെ ഊയിസണിലേക്ക്. അയാൾ അതിനെ ഹെഡ് ചെയ്ത് അകറ്റുന്നു. പന്ത് വലയിലേക്ക് നിറയൊഴുകിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ രക്ഷകന്റെ വേഷത്തിൽ റാഫീഞ്ഞ ചാടിയുയർന്ന് ആ പന്തിനെ അകറ്റുന്നു. എന്നാൽ അതവിടം കൊണ്ടൊന്നും വിട്ടുമാറിയില്ല. റാഫീഞ്ഞ ക്ലിയർ ചെയ്തപ്പോൾ മുകൾ ബാറിൽ തട്ടിത്തായ്ന്നിറങ്ങിയത് ഗോൺസാലോ ഗാർഷിയയുടെ കാലുകളിലേക്ക്. അയാൾ നിലം പതിച്ചെങ്കിലും പന്തിനെ വലയിലേക്ക് എത്തിക്കുന്നു. മത്സരത്തിന്റെ ആവേശത്താൽ സ്റ്റേഡിയം അലയടിക്കുന്നു. തുലാതുല ശക്തികൾ തമ്മിൽ പരസ്പരം വിട്ടുകൊടുക്കില്ല എന്ന മുദ്രാവാക്യത്താൽ തേരോട്ടം തീർക്കുന്നു. രണ്ടാം പകുതിക്ക് ശേഷം കണ്ടത് റയലിന്റെ പരീക്ഷണമായിരുന്നു. 50-ാം മിനിറ്റിൽ തന്നെ വിനീഷ്യസ് ബാർസയുടെ വല ലക്ഷ്യമാക്കി ഷൂട്ടുതിർത്തെങ്കിലും വിഫലമായി. 70കളുടെ തുടക്കത്തിൽ വലത് വിങ്ങിൽ നിന്ന് കൗണ്ടെ യമാലിലേക്ക് ഒരു പാസ് നീട്ടുന്നു. ഒരു സ്ലൈഡിംഗ് ഷോട്ട് എടുത്ത യമാലിന് പിഴക്കുന്നുണ്ട്. ഓൾമോയും പെഡ്രിയും റാഫീഞ്ഞയും റയലിന്റെ ഗോൾ മുഖത്ത് അരങ്ങ് തീർക്കുന്നു. അതിൻ്റെ ഒടുക്കം റാഫീഞ്ഞയിലായിരുന്നു. റാഫീഞ്ഞ തൊടുത്തുവിട്ട ഷോട്ട് റയലിന്റെ പ്രതിരോധ താരം അസൻസിയോയുടെ കാലിൽ തട്ടി മുകളിലേക്ക് ഉയർന്നു. ചെന്നിറങ്ങിയത് നേരെ റയലിന്റെ നെറ്റുകളിലേക്ക്. ബ്രൈസുമായി ആ ബ്രസീലുകാരൻ പച്ചപ്പുല്ലിൽ മേൽ മായാജാലം തീർക്കുന്നു. മത്സരത്തിനിടയിൽ സാബിയും ഫ്ലിക്കും വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട്. 90-ാം മിനിറ്റിലാണ് ആ അനിഷ്ടം അരങ്ങേറുന്നത്. പന്തുമായി മുന്നേറുന്ന എംബാപ്പയെ സ്ലൈഡ് ചെയ്ത് വീഴ്ത്തിയതിന് ഡിയോങ്ങിന് റെഫറി റെഡ് കാർഡ് വിധിക്കുന്നു. റാഫീഞ്ഞയ്ക്ക് പകരം കളത്തിലിറങ്ങിയ റാഷ്ഫോർഡിന് നല്ല അവസരവും ലഭിക്കുന്നുണ്ട്. പക്ഷേ തൊടുത്ത ഷോട്ട് വെളിയിലേക്ക്. മത്സരം അതിൻ്റെ അവസാനത്തിലേക്ക് അടുക്കുന്നു. റയൽ മാഡ്രിഡ് നിരന്തരം ബാർസൻ ഗോൾ മുഖത്തേക്ക് പന്തിനെ നിറയൊഴിക്കുന്നു. ഒന്നും ലക്ഷ്യങ്ങളിലെത്താതെ അവസാനിക്കുന്നു. സ്റ്റാർട്ടിംഗ് ലെവനിൽ സ്ഥാനം ലഭിക്കാതെ പോയ എംബാപ്പെ സബ്ബായി എത്തിയെങ്കിലും കാര്യമായ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ താരത്തിന് സാധിച്ചില്ലായിരുന്നു. കളിയുടെ അന്തിമ കാഹളം മുഴങ്ങുന്നു. സ്കോർ ബോർഡിൽ 3-2 പ്രതികാരം തുളുമ്പുന്ന അടയാളക്കുറി. വിമർശിച്ചവരുടെ വിമർശനങ്ങളെല്ലാം ചിതയിൽ കത്തിയമരട്ടെ. കൂക്കി വിളിച്ചവരെല്ലാം മൂകരായി പടുകളാകട്ടെ. ഇന്നിൻ്റെ രാവിലെ മെനഞ്ഞെടുത്ത ഓരോ പ്രഹസനങ്ങളും തങ്ങളെ ഇനി എതിർക്കാൻ വരുന്ന എതിരാളികളുടെ മേൽ ഇടിത്തിയായി വർഷിക്കട്ടെ. അതെ, 16-ാമത്തെ കിരീടവും കാറ്റലോണിയൻ പട കയ്യിലെന്തുന്നു. മണലോരങ്ങളുടെയും നീലാകാശത്തിൻ്റെയും ഇടയിൽ നിശബ്ദമായി വിരിയുന്ന സൗദി എന്ന മഹാകാവ്യാത്മകത്തിൻ്റെ പോരിശയെ സാക്ഷിയാക്കി FC ബാർസലോണ സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ പൊൻകിരീടത്തിനുമേൽ ചുംബനം ചാർത്തുകയാണ്. കണക്കുകൾ പറഞ്ഞു വന്നവർക്ക് കണക്കെ മോങ്ങിക്കറിയാം. കാലത്തിൻ്റെ കാറ്റിൽ ചായം മങ്ങാതെ മരുഭൂമികൾ ഇവിടെ ചരിത്രത്തിൻ്റെ പേജുകളായി വിരിഞ്ഞു കിടക്കുന്നു. ചരിത്ര പേജുകളിൽ പുതിയ അധ്യായം എഴുതി കുറിച്ചിട്ടിരിക്കുന്നു. റയലിൻ്റെ പകക്ക് മേൽ വിരിഞ്ഞ ബാർസയുടെ ചുംബനം.